എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷങ്ങൾ? ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സൂചിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ മുറ്റത്തൂടെയൊക്കെ കുറച്ച് നടന്ന് കോനായിലൊക്കെ കുറച്ച് വന്നിരുന്ന് അവനിഷ്ടമാണ് ഇങ്ങനെ എടുത്ത് നടക്കുന്ന രാവിലെ എണീറ്റാൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ കാര്യങ്ങൾ. ഇത് ഇന്നലത്തെ സീനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നല്ല മഴയാണ്. ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇങ്ങനെ നല്ലൊരു മഴ? അപ്പോൾ മഴക്കാലം പോലെ തന്നെയുള്ള നല്ല അടിപൊളി മഴ. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി രസിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ. അവൻ ഈ മഴ കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണ് ഇങ്ങനെ മഴ കാണുന്നത്. നിലത്തൊക്കെ ഇങ്ങനെ തുള്ളികൾ വീഴുന്നില്ല, അതൊക്കെ ഇങ്ങനെ നോക്കി രസിച്ചു കൊണ്ടിരിക്കുകയാണ് മൂപ്പര്. കണ്ടോ, വായിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഉറ്റുന്നുണ്ട്. ഈ മഴ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ കാണണ്ടേ മുറ്റത്തുള്ളത്. ഞങ്ങളുടെ മുറ്റത്തുള്ള മാവ് നിറച്ചും പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയത്ത് ഒരുപാട് തൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, ബെറ്ററാണ്. ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ. കണ്ടോ, മഴ പെയ്ത് പിറ്റേന്നുള്ള അവസ്ഥയാണ് ഇത്. പിന്നെ നമ്മൾ കുഞ്ഞിനെ കുറച്ച് നേരം കളിപ്പിക്കൽ പരിപാടിയിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ചെറിയൊരു സങ്കടം. ഇനി ഇഞ്ചക്ഷനൊക്കെ വെക്കേണ്ട. 1.5 മാസത്തിൽ 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മാസവും 3 ഇഞ്ചക്ഷൻ ഉണ്ട്. ഇത് 3.5 മാസത്തിലാണ് കേട്ടോ. അവന് ഫസ്റ്റത്തെ മാസം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ 4-ാം മാസമാണ് 3.5 മാസത്തെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ കുളിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവന് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാലൊക്കെ കുടിച്ച് ഇങ്ങനെ കിടന്നുറങ്ങണം, അതിനുള്ള പരിപാടി. അപ്പോൾ അത് നടക്കുന്നില്ല, ഞാൻ എടുക്കുന്നുമില്ല. അതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ കരയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മയും കുഞ്ഞും ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയുണ്ട് കേട്ടോ കൂടെ. അമ്മയാണ് അതൊക്കെ എടുത്തിട്ടുള്ളത്. ഞാൻ കുഞ്ഞിനെ എടുത്ത് ഒരു ടർക്കിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെയിലുണ്ടാവുകയല്ലേ, നല്ല വെയിലാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് കാത്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അതിൻ്റെ ആ കുഞ്ഞിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കുഞ്ഞിനിങ്ങനെ ഉറക്കത്തിൻ്റെ ഇതായതിനെ കൊണ്ട് ഇങ്ങനെ പടച്ച് കളിക്കുക എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഓട്ടോയിലൊക്കെ കയറി അവൻ്റെ അച്ഛമ്മേൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ ഓട്ടോ ചേട്ടൻ്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഓട്ടോയിൽ. അപ്പോൾ അവരൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇത് നമ്മൾ ഓട്ടോയിൽ പോകുന്ന കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്ഥലങ്ങൾ. ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പം പോയിട്ടുള്ളത് വേറെ റൂട്ട് കൂടെയാണ്, സാധാരണ പോകുന്ന റൂട്ടിലല്ല. അപ്പോൾ ഇവിടെ കുറച്ച് കാടും കുന്നും മലകളും മുത്താശ്ശിപ്പാറയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അത് ടൂറിസ്റ്റ് ഒരുപാട് ആൾക്കാർ വരുന്നതാണ് കേട്ടോ. കുറേ ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നതാണ്. കണ്ടോ, നല്ല രസമല്ലേ? ഇതൊക്കെ ഒരുപാട് മലകളാണ്. ഇതൊക്കെ എന്തൊക്കെയോ പേരുകളുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് കുന്നുകളും മലകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മൊട്ടന്തറ. അപ്പോൾ ഇന്ന് കുറേ ഓട്ടോകളും വണ്ടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടേത് സെപ്പറേറ്റ് ആയിട്ടാണല്ലോ കുഞ്ഞുങ്ങളുടേത്, അതുകൊണ്ട് അവിടെ തിരക്കുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെയാണ് ഇത് OP ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലമാണ്, രോഗികളെ കാണിക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ്. ഇവിടെയാണ് നമുക്ക് ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വരേണ്ടത്. കുറച്ച് ആൾക്കാരുണ്ട്, തിരക്കൊന്നുമില്ല. ഇതാട്ടോ നമ്മുടെ മരുന്ന്. ഇനി ഇത് കുടിപ്പിക്കണം. മരുന്ന് കുടിക്കാൻ മൂപ്പർക്ക് ഇഷ്ടമല്ല കേട്ടോ. കരയുന്നുണ്ട്, വേദന എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനൊന്നും എടുത്തിട്ടില്ല. അതിന് ശേഷം രാത്രി ഞാൻ ചെറുതായിട്ട് അവിടെ ഫോൺ വെച്ച് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും കുഞ്ഞിനും കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പാല് കുടിക്കുന്നില്ല. പിന്നെ കുറേ എടുത്ത് നടന്നു. രാത്രി ഇങ്ങനെ 6 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കണമല്ലോ, പനിക്കുമല്ലോ. അതുപോലെ തന്നെ കാലിന് നല്ല വേദനയുണ്ട്. ആ സൈഡിലൊന്നും തൊടാനാവുന്നില്ല. എന്നാലും കാലിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എക്സസൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ വേദന കൊണ്ട് കാര്യം ആരെടുത്തിട്ടും കേൾക്കുന്നില്ല കേട്ടോ. എനിക്ക് അമ്മമാരാണല്ലോ കൂടുതൽ. അപ്പോൾ ആ സമയത്ത് ആകെ പാല് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക എന്നല്ലാണ്ട് വേറെ മാർഗ്ഗമില്ലല്ലോ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ ദിവസം എങ്ങനെയോ കഴിഞ്ഞു പോയി. ഇത് പിറ്റേന്ന് കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ. മൂപ്പർക്ക് കുറച്ചൊന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും കണ്ണും മുഖമൊക്കെ ഒന്ന് പനി, ചൂടുണ്ട് നല്ല. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് ഇങ്ങനെ വാടിയിരിക്കുക കേട്ടോ. കാണുമ്പോൾ നമുക്ക് സങ്കടം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വിരുന്നുകാരുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അത് ഒരാളെ മുറ്റത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. അതിന് മുന്നേ വന്ന വീഡിയോസോ ഞങ്ങൾ ചായ കുടിച്ച വീഡിയോസോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് അവർ പോകാൻ ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്. അത് അവൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസൊക്കെ ഇതിൽ കാണുമോ എടുക്കുമോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു കാണും, ചിലപ്പം പറയാൻ പറ്റൂല എന്നതാ ചിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞു. ഇത് അതിന് ശേഷം നമുക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള ചെറിയൊരു ക്ലിപ്പാട്ടോ. കുഞ്ഞിന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ ചുമയ്ക്കാൻ തുടങ്ങി. 2 ദിവസം ഇങ്ങനെ ചുമ.
ഞാൻ ചെമ്പരത്തിൻ്റെ പൂവേ തലയിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് ആക്കിയിട്ട് തലയിൽ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും ചുമയ്ക്കാൻ കാരണം. അപ്പോൾ എന്തായാലും ഞാൻ അധികം വെക്കുന്നില്ല. ഡോക്ടറെ അടുത്ത് എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ഡോക്ടറെ അടുത്ത് പോകുന്നതാട്ടോ. ഹസ്ബൻഡ് ബാങ്കിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കാറിൽ പോവുകയാണ്. ഇപ്പം കുറേ ദിവസമായിട്ടോ അവൻ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ട്. അതാണ് ഇതാ കണ്ടോ പുറമെ ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. തല ഇങ്ങോട്ടേക്ക് മാറ്റുന്നേ ഇല്ല. ഞാൻ തല പിടിച്ച് കുറച്ച് ഇങ്ങോട്ട് തിരിക്കുന്നു, മോനെ ഇങ്ങോട്ട് നോക്ക്, കഴുത്ത് വേദന എടുക്കുമെന്ന്. എവിടെ ഇവനിങ്ങനെ ഓരോ ലൈറ്റുകളും കാര്യങ്ങളും വിളിച്ചങ്ങനെ നോക്കി അവന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇരുടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മുത്താച്ചി പാറയുണ്ടെന്ന്, അതിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു വ്യൂ ആട്ടോ ഇതൊക്കെ. ഇതാണ് നമ്മുടെ എന്താണ് അതിൻ്റെ പേര്, കാന്താരി റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ ഉൾനാടൻ ടൂറിസം എന്നാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പേരാമ്പ്ര എത്തിയിട്ടുണ്ട്. എനിക്ക് പേരാമ്പ്ര ടൗണൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് നമ്മൾ ബൈപ്പാസ് കൂടിയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അങ്ങ് ദൂരെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്, ഒരു ലൈറ്റൊക്കെ എത്തിയിട്ടില്ലേ, അതാണ് നമ്മുടെ ആദൂട്ടൻ ജനിച്ച ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റൽ കേട്ടോ. EMS ഹോസ്പിറ്റലിൽ നിന്നാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ കുറച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ട് ഇവിടെയുള്ള അമൃത ഡോക്ടറെയാണ് എൻ്റെ ഫേവറേറ്റ് ഡോക്ടറാണ്. ഞാൻ കാണിക്കാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ അവിടെയുള്ള ഡോക്ടർ. എനിക്ക് എന്താ പറയുക, ഞാനിപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സിനും കൂടെ ഞാൻ കാണിച്ചതിന് ശേഷം അവരും കൂടെ അമൃത ഡോക്ടറെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ബൈപ്പാസിൽ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു പേരാമ്പ്ര ടൗണിലേക്കാട്ടും കൂടുതൽ ഫുഡ് സ്പോട്ടുള്ളത് ഇവിടെയൊക്കെയാണ് കേട്ടോ. ഒരുപാട് സ്പോട്ടാണ് നമ്മുടെ ഈ ബൈപ്പാസിൽ വരുന്നത്. പോരാത്തിന് അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഇതൊക്കെ ഞങ്ങൾ പണ്ട് കളിച്ച് നടന്ന സ്ഥലമാണ് കേട്ടോ, ഓടിക്കളിച്ച്. ഇവിടെ പണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ബൈപ്പാസൊക്കെ വന്ന് കൊടുത്തതിന് ശേഷം കേട്ടോ. അതിന് മുമ്പ് ഞങ്ങൾ അറിയില്ലായിരുന്നു. അതൊരു നഷ്ടമായി, നല്ല സാരമല്ല. അപ്പോൾ അടുത്തത് ഞങ്ങളിങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് എത്തിയിരിക്കുന്നു. ഹോസ്പിറ്റലല്ല ഇത്, ശരിക്കും ഇതൊരു വീടാണ് കേട്ടോ. കമറുദ്ദീൻ ഡോക്ടറെയാണ് നമ്മൾ കാണിക്കുന്നത്, നല്ല ഡോക്ടറാണ്. ഇപ്പം നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യം കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് ഇവിടുത്തെ സ്ഥലം, അതായത് ഈ റൂമൊക്കെ ഒന്ന് കാണിച്ച റൂമെല്ലാം നമ്മുടെ ഈ സ്ഥലങ്ങളൊന്ന് നല്ല രസമാണ് കണ്ടോ. ഇവിടെയാണ് ഡോക്ടർ ഉള്ളത്. പിന്നെ പേഷ്യൻസ് കുറവാണ്. കഴിഞ്ഞ മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് 1.5 മാസത്തിലായിരുന്നു വന്നിട്ടുള്ളത്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ കുഞ്ഞു ഇതൊക്കെ ഉണ്ട്, ചെടികളും കാര്യങ്ങളൊക്കെ, ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി, നല്ല ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ബേബിക്ക് കുറച്ച് തിങ്സ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 7 Years എന്ന് പറയുന്നൊരു വലിയ ഷോപ്പുണ്ട്, അവിടെ എപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു കയറണം. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് വണ്ട് വാങ്ങിയിട്ടുള്ളത് ഇനി ചമയ്ക്കുന്നില്ല ഇത് തന്നെയായിരുന്നു കേട്ടോ. അവിടെ കയറിയിട്ട് എന്താ എടുക്കേണ്ടതെന്ന് ഒരു തിരുപാടും കിട്ടുന്നില്ല. എന്തൊക്കെയോ എടുക്കണം എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് ബോയ്സിൻ്റെ സെക്ഷനിൽ കളക്ഷൻസ് ഇല്ല, നമുക്ക് ഗേൾസിൻ്റെ സെക്ഷനിൽ കണ്ണെടുക്കാനും തോന്നില്ല. അപ്പോൾ അവന് കുറച്ച് ഷൂ വാങ്ങിയിട്ടുണ്ട്, സോക്സ്, തൊപ്പി, അതുപോലെ തന്നെ ലിക്വിഡ് തീർന്നിട്ടുണ്ടായിരുന്നു, അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സെബാമെഡിൻ്റെ ഷാമ്പു, ഞാൻ ഇതുവരെ ഷാമ്പു ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ അവൻ എല്ലാ പ്രൊഡക്റ്റും സെബാമെഡിൻ്റെ ആട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ 2 ദിവസമായിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.